കേരളത്തിൽ CPM-നെ കുടുക്കാൻ രണ്ട് വഴികൾ BJP-യുടെ കയ്യിലുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസ്. രണ്ട്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഇതിലേതെങ്കിലും ഒരു വടി BJP എടുത്ത് പ്രയോഗിക്കുമോ? കേരളം ഉറ്റുനോക്കുന്നത് അതാണ്. വീണ വിജയനെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുകയോ തുടർന്ന് അറസ്റ്റ് ഉണ്ടാവുകയോ ചെയ്താൽ CPM-നും LDF-നും വലിയ വെല്ലുവിളിയാകും. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാസപ്പടി കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് പോലും CPM-ന് തിരിച്ചടിയാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേസിൽ നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ വെറുതെ CPM-നെ പേടിപ്പിക്കാൻ വേണ്ടിയാവും BJP മാസപ്പടി കേസ് ഉപയോഗിക്കുന്നത്. അതായത് കേസിൽ ശക്തമായ നടപടികളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കുരുക്ക് മുറുകുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഈ ആഴ്ച തന്നെ കടുത്ത നീക്കമുണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തീയതി നിശ്ചയിച്ച് ചോദ്യം ചെയ്യാനുള്ള സമൻസ് ഉടൻ അയച്ചേക്കുമെന്നാണ് സൂചന. വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് CMRL MD അടക്കമുള്ളവരിൽ നിന്ന് ED മൊഴിയെടുത്തിട്ടുണ്ട്. നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടോ എന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് ED നീക്കം. നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത്. CMRL വിവിധ വ്യക്തികളും കമ്പനികളുമായി 135 കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. EDക്കെതിരെ CMRL നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുകയുള്ളൂ. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത്. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണ വിജയൻ്റെ ആവശ്യം. ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ആവശ്യം തള്ളിയത്. വീണ വിജയൻ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് 2013 കമ്പനീസ് ആക്ട് 212 1A 1C വകുപ്പുകൾ പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. ജനുവരി 31 SFIO ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. SFIOയുടെ ഉത്തരവ് ഏകപക്ഷീയമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നാലെയാണ് EDയുടെ അന്വേഷണം വന്നത്. എന്തായാലും മാസപ്പടി കേസും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും CPM-ന് മുകളിൽ തൂങ്ങുന്ന വാളായി നിൽക്കുകയാണ്. രാഷ്ട്രീയമായി CPM അതിനെ എങ്ങനെ നേരിടുമെന്നാണ് കണ്ടറിയേണ്ടത്.